ഒരു പ്രാവശ്യം പോയിട്ട് വീട്ടിലൊരു വിവരമില്ലാതെ ഒന്നും അറിയാതെ ഒരു 4 വർഷം വീട്ടുകാരൊക്കെ എവിടെയാണ് എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ആള് തട്ടിപ്പോയി എന്നുള്ള ചിന്തയിലിരിക്കുകയാണ്. കാരണം ഈ കളിയിലാണ് പോയതെന്നുള്ള അറിഞ്ഞപ്പോൾ ഈ കുഴിച്ചു മൂടുന്ന പരിപാടിയുണ്ട്. 2 മണിക്കൂർ കുഴിയിൽ കുഴിച്ചു മൂടുന്ന പരിപാടി. ആ പരിപാടിയിൽ കുഴിച്ചു മൂടി ആള് കുഴിയിൽ വെച്ച് മരണപ്പെട്ടു. ഇന്ന് അവിടെ ആരോ അടിച്ചിറക്കിയതാണ് അവിടെ. അങ്ങനെ ആ ഒരു ചിന്തയിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് 4 വർഷം ഞാൻ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട്. ജനിച്ചത് പശ്ചിമ കൊച്ചിയിലെ കൊച്ചങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ കപ്പലണ്ടി മുക്ക് പറയും. അവിടെയാണ് ജന്മദേശം. മാതാപിതാക്കളൊക്കെ അവിടെ തന്നെ. അച്ഛന്, അതായത് വാപ്പയ്ക്ക് പോർട്ടിൽ ജോലിയായിരുന്നു. തൊള്ളായിരത്തി 1960 ജോലി പെൻഷൻ പറ്റി പോന്നു. പിന്നെ വേറെ ജോലിക്കൊന്നും തരമായില്ല. അവൾ കുട്ടികളൊക്കെ ചെറുതായിരുന്നു. അവൾ 5 മക്കളാണ്. പിന്നെ തോണിപ്പണിക്കൊക്കെ പോയി. താമസിച്ചുകൊണ്ടിരുന്ന വീട് പോയി. തോണിപ്പണിയൊക്കെ ആയിട്ട് കൂലിപ്പണിയായിട്ടൊക്കെ അങ്ങനെ ജീവിച്ചു. സ്കൂൾ പഠനത്തിന് പോയി. ഏതാണ്ട് 5ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. പിന്നെ പഠിക്കാനായിട്ടുള്ള അങ്ങോട്ട് മേപ്പോട്ട് പോകാനുള്ള കഴിവുണ്ടായിരുന്നില്ല. ഏതാണ്ട് എനിക്കൊരു 10-15 വയസ്സായപ്പോഴത്തേക്കും ഇച്ചിരി ബുദ്ധിമുട്ട് കൂടി കുടുംബത്ത്. അങ്ങനെ എൻ്റെ നേരെ മൂത്തവൻ നാട് വിട്ടുപോയി. ഒരു പെങ്ങളെ ആണ് കെട്ടിച്ചത്. പിന്നെ ഞാനായിരുന്നു കുടുംബത്തിൽ ഇച്ചിരി ഉണ്ടായിരുന്നത്. ഞാനും ഈ നാട് വിട്ട് ചെന്ന് പെട്ടത് സൈക്കിൾ പരിപാടിക്കാരെ അടുത്താണ്. സൈക്കിളഞ്ഞക്കാരെ എറണാകുളത്ത് വെച്ച്. അവരെ കൂടെ അങ്ങനെ പോയി. അപ്പോൾ വീട്ടിൽ കഷ്ടമായിരുന്നു. വാപ്പ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പെങ്ങന്മാർ 1-2 പേരുള്ളവർ, അവർ ചെമ്മീൻ ഫാക്ടറിയിൽ ജോലിക്കൊക്കെ പോയി. അങ്ങനെ ആ കുടുംബം അവരവിടെ അങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ ഈ കളിയിൽ ഇങ്ങനെ പെട്ടുപോയി. ഒരു പ്രാവശ്യം പോയിട്ട് വീട്ടിലൊരു വിവരമില്ലാതെ ഒന്നും അറിയാതെ ഒരു 4 വർഷം വീട്ടുകാരൊക്കെ എവിടെയാണ് എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ആള് തട്ടിപ്പോയി എന്നുള്ള ചിന്തയിലിരിക്കുകയാണ്. കാരണം ഈ കളിയിലാണ് പോയതെന്നുള്ള അറിഞ്ഞപ്പോൾ ഈ കുഴിച്ചു മൂടുന്ന പരിപാടിയുണ്ട്. 2 മണിക്കൂർ കുഴിയിൽ കുഴിച്ചു മൂടുന്ന പരിപാടി. ആ പരിപാടിയിൽ കുഴിച്ചു മൂടി ആള് കുഴിയിൽ വെച്ച് മരണപ്പെട്ടു. ഇന്ന് അവിടെ ആരോ അടിച്ചിറക്കിയതാണ് അവിടെ. അങ്ങനെ ആ ഒരു ചിന്തയിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് 4 വർഷം ഞാൻ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട്. അങ്ങനെ ബുദ്ധിമുട്ടായി. അപ്പോഴും കുടുംബത്ത് ഇച്ചിരി കഷ്ടമൊക്കെ തന്നെയാണ്. വീണ്ടും നിന്നും കറങ്ങിയൊക്കെ വീണ്ടും ഈ കളിയിലൊക്കെ തന്നെ വന്നു. കളിയിൽ വന്നു, വീണ്ടും കുറേ നാൾ കറങ്ങി. അപ്പോഴത്തേക്കും അടിയന്തരാവസ്ഥക്കാലം വന്നു. അടിയന്തരാവസ്ഥക്കാലം വന്നപ്പോൾ ഈ കളി നിർത്തേണ്ട വന്നു. മൈക്ക് സെറ്റിന് പെർമിഷൻ ഇല്ല, ആളെ കൂട്ടാൻ പാടില്ല. അങ്ങനെ ഞങ്ങളെപ്പോലുള്ളവർ ഈ റോഡിൽ പബ്ലിക് കളിക്കാൻ പോകും. അന്ന് അതും പാടില്ലായിരുന്നു. റോഡിൽ പബ്ലിക് കളിക്കാൻ പോയാൽ പോലീസ് വണ്ടി വന്ന് ഇവിടെ ആളെ കൂട്ടാൻ പാടില്ല, പിടിച്ച് കൊണ്ടുപോകും. അങ്ങനെ മാവൂര് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പിടിച്ചോണ്ട് പോയി. അപ്പോൾ പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്ന്. അങ്ങനെ ഇവിടെ കരുണാകരനെയൊക്കെ ആരോ ഒരു മാളയിലുള്ളൊരു പരിപാടിക്കാരൻ ചെന്ന് കണ്ട് അങ്ങനെ പെർമിഷനൊക്കെ വീണ്ടും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ കരുണാകരൻ അന്ന് പെർമിഷൻ എടുക്കാൻ പോകുമ്പോൾ
പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ കിട്ടില്ല, SP ഓഫീസിൽ നിന്ന് നേരിട്ട് ഒരു മാസത്തേക്കാണ് കിട്ടുക. അപ്പോൾ ആ ഒരു മാസം കൊണ്ട് 2-3 ക്യാമ്പ് നടത്തിക്കൊള്ളണം. അപ്പോൾ അപേക്ഷ എഴുതുമ്പോൾ ഉപജീവന മാർഗം എന്ന് എഴുതണം. ഞങ്ങൾ സാധാരണ പെർമിഷൻ എടുക്കാറുള്ള ബഹുമാനപ്പെട്ട അഡീഷണൽ ഇൻസ്പെക്ടർ അവർക്ക് മുമ്പാകെ ഇന്ന ആൾ ബോധിപ്പിക്കുന്ന അപേക്ഷ, സർ ഞങ്ങളുടെ പ്രദർശനം ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ ഇന്ന സ്ഥലത്ത് വെച്ച് അവതരിപ്പിക്കുന്നതിന് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ മൈക്ക് സെറ്റ് വെച്ച് പ്രവർത്തിപ്പിക്കുവാൻ അനുമതി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ചെറുപ്പം മുതൽ പഠിച്ച കായിക കലാ പ്രദർശനം നടത്തിയാണ് ഉപജീവനം നടത്തിപ്പോരുന്നത്. മേൽപ്പറഞ്ഞ പ്രദർശനമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, അനുമതി തരണമെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞ് എഴുതി കോർട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ പെർമിഷൻ. അങ്ങനെ കളിച്ചു പോകുന്നു അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം. അപ്പോഴും ഉപജീവന മാർഗം എന്ന് തന്നെ എഴുതി ചെറുപ്പകാലം മുതൽ പഠിച്ച തൊഴിലാണ് എന്നുള്ളത്. അങ്ങനെ അനുമതി കിട്ടിയിരുന്നു, അങ്ങനെ ജീവിച്ചിരുന്നു കുറേ കാലം. പിന്നെ ഒരു മൈക്ക് സെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫീൽഡിൽ മൈക്ക് സെറ്റാണ് പ്രധാനം. ഒരു മൈക്ക് സെറ്റൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കുക. എല്ലാവരും ഞങ്ങൾ ഈ പോയ ഫീൽഡിൽ ഞങ്ങളുടെ ഗുരുനാഥന്മാരുടെ ടീമും മറ്റുള്ള ടീമൊക്കെ ഒന്നുമില്ലെങ്കിൽ സെറ്റിൻ്റെ വാടക കിട്ടും, വീതമായിരുന്നു. ആദ്യമൊക്കെ ചിലരൊക്കെ ശമ്പളം അതും ഇതൊക്കെ ആയിട്ട്, ചിലർ തോന്നിയ മാതിരിയൊക്കെ കൊടുക്കും. പിന്നെ നമ്മുടെയൊക്കെ ടീമിൽ വീതമായിരുന്നു, എല്ലാവർക്കും തുല്യമായിട്ട് ഷെയർ. ഇപ്പോൾ ഒരു സ്ഥലത്ത് 1000 രൂപ കിട്ടിയാൽ 5 ദിവസത്തെ 10 ദിവസത്തെ പരിപാടിക്ക് 500 രൂപ ചിലവായി കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ബാക്കി 500 രൂപ ഉണ്ടെങ്കിൽ ഈ 5-8 പേരുണ്ടെങ്കിൽ എല്ലാവരും ഈക്വലായിട്ട് ഷെയർ ഇട്ടെടുക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു മൈക്ക് സെറ്റ് ഉണ്ടെങ്കിൽ ഈ പരിപാടിയിൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച ഒരു മൈക്ക് സെറ്റിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. മൈക്ക് സെറ്റൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടിയന്തരാവസ്ഥ. അത് പിന്നെ നാട്ടിൽ വന്ന് പരിപാടിയൊക്കെ നിർത്തി നാട്ടിൽ വന്ന് മൈക്ക് സെറ്റ് വിൽക്കേണ്ടി വന്നു. അന്ന് മൈക്ക് സെറ്റ് ആരും എടുക്കൂല, കാരണം മൈക്ക് സെറ്റ് കടക്കാർക്ക് പോലും മൈക്ക് സെറ്റ് ചാൻസ് കിട്ടാത്ത സമയമാണ്. അവർക്കും അനുമതിയില്ല. അവർ കല്യാണ വീട്ടിലൊക്കെ മൈക്ക് സെറ്റ് കൊടുത്തിട്ടാണ്, മീറ്റിങ്ങിന് യോഗത്തിനൊക്കെ കൊടുത്തിട്ടാണ്. അതിന് അനുമതിയില്ല, അവർക്കൊന്നും രക്ഷയില്ല. അങ്ങനത്തെ അവർ പോലും എടുക്കുന്നില്ല. പക്ഷേ എൻ്റെ പെങ്ങളുടെ കല്യാണമായി, കാശിന് യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ഈ മൈക്ക് സെറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ ആരും എടുക്കണില്ല. അങ്ങനെ ഒരാൾ ഇതെടുക്കാൻ വേണ്ടി രംഗത്ത് വന്നു, കിട്ടിയ കാശിന് അത് കൊടുത്തു. 2000 രൂപക്ക് ഒപ്പിച്ച സാധനം വെറും 400 രൂപക്കാണ് കൊടുക്കുന്നത്. അന്നത്തെ 400 രൂപ അതിന് കൊടുത്ത് അങ്ങനെ പെങ്ങളുടെ കല്യാണമൊക്കെ നടത്തി, വേറെ കാശൊക്കെ ഒപ്പിച്ചു നടത്തി, അങ്ങനെ അതും വിറ്റ്. പിന്നീട് ഒരു മൈക്ക് സെറ്റ് ഒപ്പിക്കാൻ വേണ്ടി കുറേ പരിശ്രമിച്ചു. അപ്പോൾ ഒരു കല്യാണം കഴിച്ചാൽ അവിടുന്ന് കിട്ടണ എന്തെങ്കിലും വകുപ്പ് കൊണ്ട് അവരുടെ ഒരു സഹായത്താൽ ഒരു മൈക്ക് സെറ്റൊക്കെ എടുത്ത് ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും രക്ഷയില്ല. നമ്മളെക്കാട്ടി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അവർ. സ്വർണം തരാനോ ഒരു പണം തരാനോ സ്ത്രീധനമായിട്ടുള്ള ഒന്നും ഉള്ള കഴിവുണ്ടായിരുന്നില്ല. അങ്ങനെ പോയി കുറേ കാലം. പിന്നെ എന്തായാലും പെട്ടുപോയി. വീട്ടിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, കല്യാണം കഴിച്ചിട്ടാണെങ്കിലും ഒന്നും നോക്കണ്ടേ. അങ്ങനെ കുറേ നാൾ ഇങ്ങനെ കറങ്ങി നടന്നു കുടിച്ച്. പിന്നെ ഭാര്യ കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടി കൂലിപ്പണിക്കൊക്കെ പോയി, കുട്ടികളെ അങ്ങനെ നോക്കി. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പരിപാടിക്കൊക്കെ പോയി. ഒന്നും കൊടുക്കാനോ കൊണ്ടുവരാനുള്ള ചാൻസൊന്നും ഉണ്ടായില്ല, വരുമാനമൊന്നും അങ്ങനെ ഉണ്ടായില്ല. നമ്മുടെ ചിലവ് തന്നെ കഷ്ടിച്ച് നടന്നു പോകും, അത്രേ ഉള്ളൂ. പിന്നെ മലബാറിലേക്ക് ചെന്നപ്പോഴാണ് രക്ഷപ്പെട്ടത്. ഞങ്ങളുടെ പരിപാടിക്ക് നല്ല കളക്ഷനൊക്കെ ഉണ്ടായി, നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായി. അവിടെ ഉള്ളവർക്ക് ഈ പരിപാടി ഭയങ്കര ഇൻട്രസ്റ്റ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് പോയപ്പോൾ തന്നെ സംഗതി ഗുണപ്പെട്ട് മലബാറിൽ ചെന്നു. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ നടന്നും കറങ്ങി പിന്നെ തിരിച്ചു വന്നു. ഫാമിലിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും മൂത്ത ഒരു കുട്ടിയൊക്കെ ആയി. പെൺകുട്ടി ഇങ്ങനെ കറങ്ങിപ്പോയാൽ ശരിയാവില്ല എന്ന് തോന്നി. ഭാര്യയൊക്കെ ആണെങ്കിലും ഒരു തണൽ വേണം. സെപ്പറേറ്റ് ആയിട്ട് വീടൊന്നുമില്ല, ഒരു പബ്ലിക്കിലാണ് താമസിക്കുന്നത്. അപ്പോൾ 10 വയസ്സ് പെൺകുട്ടിക്കായപ്പോൾ നമ്മുടെ ഒരു സംരക്ഷണവും കൂടെ ഉണ്ടെങ്കിൽ തള്ളമാരിക്കൊരു സഹായമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കളിയെല്ലാം നിർത്തിയിട്ട് നേരെ ഭാര്യയുടെ അടുത്ത് വന്നു.
അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യ പണിക്കൊന്നും പോയില്ലെങ്കിൽ ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ആ സൈക്കിൾ എടുത്തിട്ട് രാവിലെ പോകും. പോയി ഓരോ ഉൾപ്രദേശത്ത് ഗല്ലികളിലൊക്കെ പരിപാടി നടത്തി 1-2 സ്ഥലത്ത് കളിക്കും, തിരിച്ചു വരും. അങ്ങനെ നിന്ന് അങ്ങനെ കുറേ കാലമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. ബുദ്ധിമുട്ടില്ലാതെ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോയി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി പൈസ 2-3 സെൻറ്റ് സ്ഥലം 3 പേരായിട്ട് വാങ്ങി തന്നു ഇവിടെ. അപ്പോൾ അവിടെ വീട് വെക്കാനുള്ളതിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷിച്ചപ്പോൾ അന്ന് നായനാരായിരുന്നു മുഖ്യമന്ത്രി. അങ്ങനെ പാസ്സായി. അന്ന് 35,000 രൂപയാണ് വീട് വെക്കാൻ കൊടുക്കുന്നത്. അതിൽ ആദ്യത്തെ ഗഡുവായ 15,000 രൂപ കിട്ടി. ആ കാശിൽ നിന്ന് ഒരു 12,000 രൂപ ഭാര്യക്ക് ആസ്പത്രി കേസ് ചിലവായി. പിന്നെ ഞാൻ ഇത് ശേഖരിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇത് ചിലവായി പോയാൽ ഇത് ശേഖരിക്കണമെങ്കിൽ ഒരു നല്ല സാഹചര്യം വേണം. അതിന് ഞാൻ തന്നെ ഒരു ആംപ്ലിഫയർ, ചെറിയ സെക്കൻഡ് ഹാൻഡ് ആംപ്ലിഫയർ, ഒരു ടേപ്പ് റിക്കാർഡ്, അന്നത്തെ മൈക്ക് സെറ്റ്, മൈക്രോഫോണ്, ഒരു സ്പീക്കർ ഒക്കെ ഒപ്പിച്ച്, അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ സെറ്റ് ഉണ്ടെങ്കിൽ ഓരോ ഗല്ലികളിലും പോയി പരിപാടി നടത്തുമ്പോൾ ഒരു ദിവസത്തെ പരിപാടിക്ക് ഉദ്ദേശിച്ച മാതിരിയുള്ളൊരു കളക്ഷനൊക്കെ കിട്ടും. എന്തെങ്കിലും കടമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തരണം ചെയ്യാം എന്ന് വിചാരിച്ച് ഈ സെറ്റുമായിട്ട് ഒരു പെട്ടിയൊക്കെ വെച്ച് റെഡിയാക്കി സൈക്കിളിൽ കാരിയറൊക്കെ വെച്ച് കെട്ടി ഇതുപോലെ ഉള്ളിലോട്ട് ഓരോ ഗല്ലിയിലേക്ക് വിടും. അവിടെ ഉള്ളവർ ചെന്നിട്ട് അവിടെ ഉള്ള ഒരാൾക്കാരോട് ആദ്യം തന്നെ ചെല്ലുമ്പോൾ ഈ എല്ലാ മൂലയിലും ഇവരുണ്ടാവും, യൂണിയൻകാർ. ആദ്യം ചെന്നിട്ട് യൂണിയൻകാരായിട്ട് മുട്ടും. എന്താണിത് പരിപാടി? ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കലാപരിപാടി അവതരിപ്പിക്കും. ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി. ഇതൊക്കെ ഈ സൈക്കിൾ ചവിട്ട് പരിപാടി ഇതൊക്കെ ഇപ്പോൾ ആര് കാണുന്നു? ഇപ്പോൾ എല്ലാവരും മോട്ടോർ സൈക്കിളിൻ്റെ വേലയാണ്. അവനിക്ക് ഇന്നാളിത് കഴിഞ്ഞ ആഴ്ച ഒരുത്തനോട് വന്നിരുന്നു, ഭയങ്കര കളക്ഷനായിരുന്നു. ഞാൻ പറയും എന്നെ കൊണ്ടാകണ ഒരു ചെറിയ പരിപാടി. ഇവിടെ ഇപ്പോൾ പണിയൊക്കെ കുറവാണ്. എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും പറയും പണിയൊക്കെ കടപ്പുറത്ത് ചെല്ലുമ്പോൾ മീൻ കുറവാണ്. കിഴക്കോട്ട് ചെല്ലുമ്പോൾ പറയും കശുവണ്ടിയുടെ സീസണല്ല, കുരുമുളകിൻ്റെ സീസണാണെങ്കിൽ നല്ല കാശാണ്. അതുപോലെ പറയും ഇവിടെ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ബുദ്ധിമുട്ടാണ്. ഉള്ളവർ തരും, ഇല്ലാത്തവർ വേണ്ട. എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയും. നോക്ക്, വൈകുന്നേരം കുറച്ച് ആൾക്കാർ കൂടും എന്ന് പറയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 4 മണിയാകുമ്പോൾ സെറ്റ് ഓൺ ചെയ്ത് 2 പാട്ടൊക്കെ വെച്ച് അവിടെ അടുത്തുനിന്ന് ഇച്ചിരി കറണ്ടൊക്കെ എടുക്കും. 2 പാട്ടൊക്കെ വെച്ച് അനൗൺസ്മെൻറ്റ് ചെയ്ത് ആൾക്കാരോട്. അതിന് മുമ്പ് പകൽ നടന്ന് അവിടങ്ങളിലുള്ള എല്ലാ സ്ഥലത്തും പറയും, നടന്നു എല്ലാ കടകളിൽ. നമസ്കാരം, ഞാൻ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട് വൈകുന്നേരം, എല്ലാവരുടെ സഹായം വേണം. എല്ലാ കടകളിലും ചായക്കട വരും. എവിടെയാണ് സ്ഥലം? കൊച്ചിയിലാണ്, കപ്പലൂരിലാണ്. ഇപ്പോൾ ഇവിടെ താമസിക്കണം ആലുവയിലാണ്. ഈ പണിയെ അറിയാവുള്ളൂ. ചെറുപ്പം മുതൽ ഈ കളിയിലായിരുന്നു. നിങ്ങളുടെയൊക്കെ സഹായം വേണം. നോക്ക് കിട്ടുന്നു. ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു 4 മണിയാകുമ്പോൾ പാട്ടൊക്കെ വെച്ച് അനൗൺസ്മെൻറ്റ് ചെയ്ത് ഒരു 5 മണിയാകുമ്പോൾ പാൻറ്റൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇട്ട് പാട്ട് സൈക്കിളുമ്പോൾ പാടുക കഴിഞ്ഞിട്ട് ആദ്യം കുറച്ച് സൈക്കിൾ അഭ്യാസം. ഇപ്പോൾ ഉള്ളവരെന്തെങ്കിലും ഒരു ചെറിയ പരിപാടി. രണ്ടാമത് പീസായ 2 ട്യൂബ് വെക്കും റോട്ടിൽ തന്നെ. അത് റോഡിൻ്റെ സൈഡിലായിരിക്കും. ആദ്യം വാഹനമൊന്നും ഇല്ലാത്ത ഗല്ലികളാണ് തിരഞ്ഞു പിടിക്കുക. ട്യൂബ് ഇട്ടിട്ട് അയമ കിടന്നിട്ട് ഒരു വെട്ടുകല്ലെടുക്കും. അതൊക്കെ നേരത്തെ ശേഖരിക്കും നടന്ന്. എന്നിട്ട് ആ കല്ല് നെഞ്ചത്തേക്ക് പൊക്കിയിടും. കല്ല് ഭം എന്നും പറഞ്ഞ് വന്ന് വീഴുമ്പോൾ അടിയിലുള്ള ട്യൂബ് ടം എന്നും പറഞ്ഞാൽ പൊട്ടും. അവർക്കിടുമ്പോൾ അവിടെ സിറ്റി. അങ്ങനെ ഒരു കളക്ഷൻ കിട്ടി. ഇപ്പം 2 കളക്ഷൻ. മൂന്നാമത് പറയും ഒരു ടയറിൽ പന്തം എല്ലാം കെട്ടിയിട്ട് മണ്ണെണ്ണയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അടുത്തായിട്ട് ഈ സൈക്കിൾ ടയറിൻ്റെ ഉള്ളിൽ കൂടി ആളും സൈക്കിളും കൂടെ പോണ ഒരു പരിപാടിയാണ്. ആദ്യമേ പറയും ഞാൻ 3 ഐറ്റംസാണ് അവതരിപ്പിക്കുന്നത്. കുറച്ച് സൈക്കിൾ അഭ്യാസം, ഒരു ട്യൂബ് ലൈറ്റിൻ്റെ പ്രദർശനം, ഒരു ടോർച്ച് പ്ലേ, പന്തത്തിൻ്റെ പരിപാടി. അങ്ങനെ ഈ 2 ഐറ്റംസ് എടുത്തിട്ട് ഒരു പിരിവ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ട്യൂബ് പൊട്ടിയതിൻ്റെ കണസ ഉണസൊക്കെ കുത്തിയപ്പുണ്ട്. അതൊക്കെ എടുത്ത് കളഞ്ഞാൽ ആൾക്കാർ വെറുതെ നിൽക്കുക. അപ്പോൾ ഒരു ചെറിയ ലേലം വിടും. ഞങ്ങൾ സൈക്കിളജ്ഞക്കാർക്കൊരു പ്രത്യേക ലേലമുണ്ട്, ജനാധിപത്യ ലേലം. അത് ഞങ്ങൾക്ക് മാത്രമുള്ള, ഞങ്ങൾ കൊണ്ടുവന്ന ലേലമാണത്. അത് ഒരാൾ 1 രൂപ വിളിക്കുമ്പോൾ കമ്പനി 1 രൂപ വിളിക്കും. ഏതെങ്കിലും ആ കടയിൽ നിന്ന് ഒരു സോപ്പാ, ഇല്ലൊരു പാക്കറ്റ് മിച്ചറാ,
ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങിയിട്ട് 1 രൂപ. അപ്പോൾ അടുത്ത ഒരാൾ 2 രൂപ, പേര് പറയും. അപ്പോൾ ആ, അനിൽ സാർ 2 രൂപ. വേറൊരാൾ പറയും കുമാരൻ 3 രൂപ. കുമാരൻ ഇത് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അനിൽ സാർ 4 രൂപ. അങ്ങനെ വിളിച്ച് അപ്പം സ്വന്തം പേരേ പറയുള്ളൂ. ആരെയും കളിയാക്കണ പേര് പറയുന്നത്. സൈക്കിൾ പരിപാടിയിൽ അങ്ങനെ ഉണ്ടായി. ഈ നേതാക്കന്മാരെ പേര് വിളിക്കും, പാർട്ടിക്കാരെ പേര് വിളിക്കും, അങ്ങനെ പരാജയപ്പെടുത്തി വേണ്ടാത്തതൊക്കെ പറയും. ഇടിയായിട്ട് കൊലപാതകമൊക്കെ നടന്നിട്ടുണ്ട് ഈ ലേലം വിളിയിൽ കൂടി. അപ്പം ഇത് ഞങ്ങൾക്ക് അനുഭവം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെ പേര് പറയരുത്, നേതാക്കന്മാരുടെ ആരെയും കളിയാക്കിയിട്ടുള്ള പേര് പറയരുത്. കാരണം അവിടെയും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ആൾക്കാർക്ക് ഹരം കൂടിയാൽ താനേ വരും അത്. അങ്ങനെ വിളിച്ച് 50 രൂപ പറയും, ഇനി 2 രൂപ കൂട്ടി വിളിക്കണം. കളി സമയം ഒരുപാട് പോകുന്നത് മണ്ണെണ്ണയൊക്കെ മുക്കി റെഡിയാക്കി നിൽക്കണേണ്. ലേലം വിളിയല്ല, ഇത് ഈ പരിപാടി നടത്തണം. ഇതൊരു ചെറിയ ബ്രേക്കിന് വേണ്ടിയാണ് ഇങ്ങനെ ഈ ലേലം വിളിക്കണത്. ഇതൊരു മുതൽക്കൂട്ടാണ്. ഞാൻ പരിപാടി ഒന്നും നടത്താണ്ട് എനിക്ക് കിട്ടുന്ന ഒരു ചെറിയ കളക്ഷനാണ് എന്നൊക്കെ പറയുമ്പോൾ വിളിക്കും. അങ്ങനെ ഒരു 10-200 രൂപ ആകുമ്പോഴത്തേക്കും സംഗതി ഞാൻ തന്നെ ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. ഇല്ലെങ്കിൽ അവിടെ വാശിയാവും, എനിക്ക് പോരാൻ പറ്റില്ല സെറ്റായിട്ട്. ആ പരിപാടി നടത്തിയിട്ട് ഒരു 10-200 രൂപ, ഒരു സ്ഥലത്ത് 1200 രൂപ വരെ വിളിച്ചു. പിന്നെ ഒരു സ്ഥലത്ത് 1800 രൂപയൊക്കെ വിളിച്ച്, ഇവിടെ ഈ തേവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോഴത്തേക്ക് സ്പിരിറ്റായ ആൾക്കാർ ഭയങ്കര പ്രശ്നമായി. ഞാൻ തന്നെ 3 നേരം പറഞ്ഞ് ഓർപ്പിച്ച് ഞാൻ കൊടുത്ത്. ഓർപ്പിക്കരുതിട്ടാ പറഞ്ഞ ഇല്ല, അത് ശരിയാവൂല, ഇത് വാശിക്ക് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് കണക്കാക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ തമ്മിൽ നാട്ടുകാർ നിങ്ങൾ പരസ്പരം കണി കാണേണ്ടവരാണ്. ഞാൻ ഈ കളിയും കഴിഞ്ഞ് അങ്ങോട്ട് പോകും. ഇതിൻ്റെ പേരിൽ നിങ്ങൾ നാട്ടുകാർ തമ്മിൽ തല്ലാൻ പാടില്ല. എനിക്ക് ഇനി ഒരു കാലത്ത് കഷ്ടപ്പാടാകുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വരേണ്ടതാണ്. അന്ന് എനിക്ക് ചാൻസ് ഇല്ലാണ്ടാവരുത് എന്ന് പറഞ്ഞെങ്കിൽ മാസ്ക് ഇട്ട് ഒപ്പിച്ച് എല്ലാം സമാധാനമാക്കി 3 നേരം പറഞ്ഞ് ഉറപ്പിച്ച് കൊടുത്തിട്ട് അടുത്ത പന്തത്തിൻ്റെ മ്യൂസിക് ഇട്ട് പന്തത്തിൻ്റെ പരിപാടി അങ്ങനെ നടക്കും. ഇവിടെ ഒരു മ്യൂസിക് ഇടുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു മ്യൂസിക് വെച്ചിട്ട് ആ പന്ത് അങ്ങോട്ട് കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ആളും സൈക്കിളും കൊണ്ട് പോണ പരിപാടി 2 പ്രാവശ്യം കഴിഞ്ഞ് ഇറങ്ങി പന്താൻ വെച്ചിട്ട് ലാസ്റ്റ് ഇനി ഇതുവരെ ഒന്നും തന്നിട്ടില്ലാത്തവർ എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിക്കണം. ഇതോടുകൂടി പരിപാടി അവസാനിക്കുകയാണ്. ഇതുവരെ കലാപരിപാടികൾ കണ്ട് സഹായിച്ച എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വണക്കം പറഞ്ഞ് ലാസ്റ്റ് ഒരു പിരിവ് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കടകളിൽ പോവുക. കടകളിൽ പോവുക കടക്കാരെ ഉള്ളവരൊക്കെ എന്താണ് എങ്ങനെയായാലും ഒരു സ്ഥലത്ത് ഒരു അന്ന് പറയുമ്പോൾ ഈ 90 2000 കാലഘട്ടങ്ങളിലാണ്, 10-25 വർഷത്തിന് മുമ്പാണ്. 500 രൂപ, 300 രൂപ, 400 രൂപ, 600 രൂപ അങ്ങനെയുള്ള ഒരു കളക്ഷൻ ഡെയിലി എനിക്കുണ്ടാവും. അപ്പം ഞാൻ പോണത് തിങ്കളാഴ്ച പോകും. തിങ്കളാഴ്ച സൈക്കിളായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനിയാഴ്ച വരെ പരിപാടി നടത്തും. അപ്പോഴേക്കും നല്ലൊരു കളക്ഷനാക്കി ശനിയാഴ്ച രാത്രി സെറ്റ് സാധനങ്ങളൊക്കെ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വീട്ടിലോട്ട് വരും. ഒരു സ്ഥലത്തെ പരിപാടി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തെ പരിപാടി അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൈക്ക് സെറ്റൊക്കെ കയറ്റി വെച്ചിട്ട് കടയില ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറ്റി വെച്ചിട്ട് രാത്രി തന്നെ നേരെ എനിക്ക് എല്ലാം എവിടെ പോയാലും അവിടെയൊക്കെ ഏത് കുളമാണോ ഉള്ളത്, ഏത് സ്ഥലത്താണ് കുളിക്കാൻ പറ്റുക, ഏത് പുഴയാണുള്ളത് എന്നൊക്കെ അറിയാൻ പറ്റും. അവിടെ പോയി ചോർത്തായിട്ട് പോയി രാത്രി തന്നെ ഈ പൗഡറും മാൾക്കുറി പൗഡറാണല്ലോ അതൊക്കെ തേച്ച് കുളിച്ചെല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഒരു ഭക്ഷണം കഴിച്ചിട്ട് സെക്കൻഡ് ഷോക്ക് കയറും. കാരണം സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വന്നാലേ തിരിച്ചാ അങ്ങാടിയിൽ വന്നിട്ട് കിടക്കണ്ടേ. അപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ സൈലൻ്റായിട്ട് കിടക്കുക. അല്ലെങ്കിൽ ആൾക്കാരോട് ചോദ്യവും ഉത്തരവും മറുപടിയൊക്കെ പറയേണ്ടി വരും. അപ്പോൾ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ അവിടെയൊക്കെ സൈലൻ്റ് ആയിരിക്കും. അതൊക്കെ കിടന്നു കണ്ണ് വെള്ളച്ച് രാവിലെ എണീച്ച് അവിടുന്ന് സെറ്റ് സാധനങ്ങളും കയറ്റി അപ്പോഴത്തേക്ക് അവിടെ ഏതാണ് കടപ്പുറമോ പരിസരമോ പടിഞ്ഞാറക്കര ഭാഗമായിട്ട് കണക്കാക്കി കടിക്കുള്ളൂ. കാരണം കാലത്തെ പറമ്പ് പോകണ്ടേ. അപ്പോൾ അവിടെയൊക്കെ ദിനകൃത്യങ്ങളെല്ലാം പിടിച്ച് കുളിച്ച് റെഡിയായിട്ട് അവിടുന്ന് സെറ്റ് സാധനങ്ങൾ വീണ്ടും എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകും. പഴയതുപോലെ തന്നെ ചെല്ലുമ്പോൾ അവർ ആദ്യം പറയും ഇവിടെ ഒരു രക്ഷയില്ല അങ്ങനെ പറയും. അവസാനം പോരാൻ നേരത്തെ അവർ അടുത്ത സ്ഥലം ആ നാട്ടുകാർ അവർ പറഞ്ഞു തരും എൻ്റെ പരിപാടി ഇന്ന സ്ഥലത്ത് നടത്തിയ
ദൂരോട്ടൊന്നും പോകണ്ട, തൊട്ടപ്പുറത്തൊരു ഗല്ലിയുണ്ട്. വൈകുന്നേരമായ കുറേ ആളുണ്ടാവും. അവരിങ്ങോട്ട് പറഞ്ഞു തരും സ്ഥലം. ആദ്യം മടുപ്പൊക്കെ പറയും, പിന്നെ ഇങ്ങോട്ട് സ്ഥലം പറഞ്ഞു തരും. അവിടെ അങ്ങനെ കളിച്ച് 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 ഏതാണ്ട് 2006 വരെ അങ്ങനെ ഒറ്റക്കളി കളിച്ച്. അതിനിടയ്ക്ക് 2 പെൺമക്കളെ കല്യാണം, അതിന് ലോണൊക്കെ എടുത്ത് സൊസൈറ്റിയിൽ നിന്ന് 2 പ്രാവശ്യം ലോൺ എടുത്ത് ലോണൊക്കെ തന്നു. അതിങ്ങനെ പരിപാടിക്കും പോയി ചിലവും കഴിച്ച് കുറച്ച് പൈസ ഒപ്പിച്ച് ഈ ലോണൊക്കെ അടച്ച് പിടിച്ചപ്പോൾ സംഗതിയൊക്കെ ഓക്കെ ആയി. പിന്നെ ലാസ്റ്റ് 3 വർഷം പള്ളിയിലൊരു ജോലി കിട്ടി. അതൊരു 3 വർഷം എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു സെക്യൂരിറ്റിൻ്റെ പണി കിട്ടി ഒരു 3 വർഷം. അത് കഴിഞ്ഞ് ലാസ്റ്റ് 2009 12 ഇനി ഓട്ടം ചാട്ടം ഒക്കെ മതിയാക്കി. ഇപ്പം പെമ്പിള്ളേർ ഉള്ളവരെ കെട്ടിച്ച് കഴിഞ്ഞ് ഇപ്പം ആമ്പിള്ളേരും കെട്ടി. എനിക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സൈക്കിൾ ഷോപ്പ്. ഒരു പണിയൊക്കെ അറിയാമായിരുന്നു, എല്ലാ രാജ്യത്തും സൈക്കിൾ ഷോപ്പുകളിൽ കയറി നമ്മുടെ സൈക്കിൾ തന്നെ ഇട്ട് പണിഞ്ഞ് അതിൻ്റെ പണിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ. അവിടെ ഇരുന്ന് ഇപ്പം അതുമ്മലാണ് തട്ടിമുട്ടി അങ്ങനെ പോകുന്നു. ഒരു പഞ്ചർ ഒട്ടിച്ചാൽ ഇപ്പം 50 രൂപ കിട്ടും. അപ്പം സ്ഥലം വാടക ഒന്നും കൊടുക്കണ്ട, പള്ളി വകയാണ്. പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണം, കൊടുത്ത് നമ്മുടെ നിത്യജീവിതം അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അയ്യോ.